ഭയം അവസാനിക്കുന്നുവോ അവിടെ എന്ത് ചെയ്യുന്നു? ജീവിതം തുടങ്ങുന്നതാണ്. എവിടെ ഭയം അവസാനിക്കുന്നുവോ അവിടെ ജീവിതം തുടങ്ങുകയായി നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ജീവിതത്തിൽ എന്ത് നൽകാൻ പാടില്ല? ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനം നൽകാൻ പാടില്ല. ഭയത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചാൽ ഭയം ഉത്ഭവിക്കുന്ന എവിടെ നിന്നുമാണ്? ഭയം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഭയം ഉത്ഭവിക്കുന്നത് നമ്മളുടെ മനസ്സിൽ നിന്നുമാണ്. ഭയം ഉത്ഭവിക്കുന്നത്. ഈ ഭയം ഉത്ഭവിക്കുന്നതിനുള്ള കാരണം എന്താണ്? ഭയം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? ഭയം ഉണ്ടാകുന്നതിനുള്ള യഥാർത്ഥ കാരണം അമിതമായ ചിന്തകളാണ്. അമിതമായ ചിന്തകൾ നമുക്ക് എന്തുണ്ടാക്കും? പലതരത്തിലുള്ള ഭയങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. അവിടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? അമിതമായിട്ട് ചിന്തകൾ ഒഴിവാക്കുക. ജീവിതത്തിൽ മനസ്സിൽ നിന്നും ഭയത്തെ ഒഴിവാക്കി എന്ത് ചെയ്യുക? മനസ്സിൽ ശുഭപ്രതീക്ഷകൾക്ക് സ്ഥാനം നൽകുക. ശുഭപ്രതീക്ഷകളുടെ വിളനിലമായിരിക്കണം നമ്മളുടെ മനസ്സ്. ശുഭപ്രതീക്ഷകൾ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുക. ഈ മനസ്സിൽ നിന്നും ഭയത്തെ ഒഴിവാക്കുക. ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, ഭയത്തെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കണം കേട്ടോ. നന്മ പ്രവർത്തിക്കണം. തെറ്റായ ചെറിയ കാര്യങ്ങൾ പോലും പ്രവർത്തിക്കുവാൻ പാടില്ല. തെറ്റായ ചെറിയൊരു കാര്യം പ്രവർത്തിച്ചാൽ പോലും എന്ത് ചെയ്യും? മനസ്സിനെ ഭയം പിടിമുറുക്കുമെന്നാണ് കേട്ടോ. എപ്പോഴും മനസ്സിലാക്കണം. നന്മ പ്രവർത്തിക്കുക കേട്ടോ. നല്ലത് പ്രവർത്തിക്കുക. ചെറിയ തിന്മകൾ പോലും പ്രവർത്തിക്കാൻ പാടില്ല. ചെറിയ തിന്മകൾക്ക് പോലും അകാരണമായ ഭയാനകമായ ഭയം സൃഷ്ടിക്കുവാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് അത് പാടില്ല. തിന്മകൾ പാടില്ല. ഇത് നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. നല്ലത് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ മനസ്സിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് ശുഭപ്രതീക്ഷകൾ ഉണ്ടാക്കിയെടുക്കുക. ശുഭപ്രതീക്ഷകൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമെന്നാണ്. ശുഭപ്രതീക്ഷകൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ ആർക്ക് കഴിയും? ശുഭപ്രതീക്ഷകൾക്ക് കഴിയും. പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, പലരുടെയും ജീവിതത്തിൽ ശുഭപ്രതീക്ഷകൾ നഷ്ടമാവുകയും നിരാശകൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. നിരാശകൾ പാടില്ല. നിരാശയുടെ അന്ധകാരത്തെ ഒഴിവാക്കിക്കൊണ്ട് ശുഭപ്രതീക്ഷയുടെ വെളിച്ചം നമ്മളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുക? മനസ്സിലേക്ക് വ്യാപിപ്പിക്കുക. ശുഭപ്രതീക്ഷയുടെ വെളിച്ചം മനസ്സിലേക്ക് വ്യാപിപ്പിക്കുക. മനസ്സ് നിരാശയുടെ ഇരുട്ടിനാൽ എന്ത് ചെയ്യാൻ പാടില്ല? മനസ്സ് നിരാശയുടെ ഇരുട്ടിനാൽ മൂടപ്പെട്ടു പോകാൻ പാടില്ല. ശുഭപ്രതീക്ഷകളോടെ വെച്ചുകൊടുത്ത ശുഭപ്രതീക്ഷകൾ ഉണ്ടാകുന്നതിന് ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറയാം. ഈ പ്രാർത്ഥനകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന എന്താണ്? ശുഭപ്രതീക്ഷകളാണ്. പ്രാർത്ഥനകളിൽ നിന്ന് ലഭിക്കുന്ന ശുഭപ്രതീക്ഷകളാണ്. ഓരോ ദേവാലയ ദർശനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് ശുഭപ്രതീക്ഷകളാണ്. അപ്പം മനസ്സിൽ ശുഭപ്രതീക്ഷകൾ ഊട്ടിയുറപ്പിക്കുക. അതുപോലെ ഭയം നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക കേട്ടോ. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയുക കേട്ടോ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വേറൊരാളുടെ ജീവിതം നോക്കി അസൂയപ്പെടുവാൻ പാടില്ല. അസൂയ ഒരിക്കലും നമ്മളുടെ മനസ്സിനെ ബാധിക്കരുത്. അസൂയ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അസൂയ കാലക്രമത്തിൽ എന്തായി മാറും? മനസ്സിൽ ഭയമായി പരിണമിക്കും. അതുകൊണ്ട് അസൂയൊന്നും നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കാൻ അവസരം നൽകരുത്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതു മേഖലയിലാണോ കഴിവുള്ളത്, എല്ലാവർക്കും ഒരേ മേഖലയിൽ പ്രാഗൽഭ്യരാകണമെന്നില്ല. ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് കഴിവുള്ളത് ആ മേഖലയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? വളരുവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയത്തിലെത്താനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് അഭിരുചിയുള്ളത് ആ മേഖലയിൽ നിങ്ങൾ വളരുവാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? വളരുവാൻ കഴിയും. ഒരുപാട് ഉയർച്ച പ്രാപിക്കുവാനും കഴിയും. പക്ഷെ നിങ്ങൾക്ക് അഭിരുചിയില്ലാത്ത, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു മേഖലയിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ചിലപ്പോൾ പരാജയങ്ങളൊക്കെ ഉണ്ടായേക്കാം. ആദ്യമായിട്ട് വേണ്ട നമുക്കൊരു താല്പര്യമാണ്. ഒരു പ്രത്യേക ഫീൽഡിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? താല്പര്യമുണ്ടെങ്കിൽ ഏത് ഫീൽഡിലും നമ്മൾ വിജയിക്കും. പക്ഷേ എന്ത് വേണം? മനസ്സിന് താല്പര്യം ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയട്ടെ.